ഒരു യാത്രയാണ് കേട്ടോ, ജാംകണ്ടിയിലേക്ക്. സോ നമുക്ക് യാത്ര കണ്ടാലോ? അങ്ങനെ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് VRL ട്രാവൽസ് ആണ് കേട്ടോ. അവരുടെ ബസ് സർവീസ് സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ബസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. നല്ല മടി ഉണ്ടായിരുന്നു പോവാൻ, പക്ഷേ പോവാമെന്ന് വിചാരിച്ചു. ശരിയായിട്ട് അതുകൊണ്ടാണ് കൊണ്ടുവിട്ടത്. 4 മണിക്ക് എടുക്കുന്ന ബസ്സായിരുന്നു. പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തിയാൽ 7 മണിക്കാണ്. അങ്ങനെ ശരിയായിട്ട് ഇവിടം വരെ കൊണ്ടുവിട്ടതാണ് കേട്ടോ. ഓക്കെ, ബൈ. ഒരു ടാറ്റ പറയില്ല? ടാറ്റ തുടങ്ങിയോ? ബൈ. ബിഗ് ബോസ് കാണുക. എന്നെ നോക്ക്. അപ്പൊ ശരിയെന്നാ വിട്ടോ, നോക്കിട്ട് പോയി. ബാക്ക്ഗ്രൗണ്ടില് യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു അക്കയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അക്ക പോയായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ലാസ്റ്റ് സ്റ്റോപ്പാണ് എൻ്റെ ഇത്. ഞാൻ എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഇതുപോലൊരു നല്ല പച്ചപ്പായിരുന്നു കേട്ടോ. നല്ല ഉണ്ടായി ഇങ്ങനെ കാണാൻ. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ അധികം ഇങ്ങനെ കണ്ടു എനിക്ക് സീനാണ്, വൊമിറ്റ് ചെയ്യാൻ വരും. രാവിലെ എഴുന്നേറ്റതല്ലേ, വെറ്റ് വൈപ്സ് കൊണ്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടോ. കാരണം നെക്സ്റ്റ് സ്റ്റോപ്പിൽ എനിക്ക് ഇറങ്ങാനുള്ളതാണ്. നീണ്ട യാത്രയ്ക്കൊടുവിൽ സ്ഥലം എത്തിയപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടായി, നല്ല തണുപ്പും. പിന്നെ ഒരു കുട്ടി ജംഗ്ഷൻ. കോളേജിൽ നിന്നുള്ള ഒരു ഫാക്കൽറ്റി എന്നെ കൂട്ടാൻ വരുമായിരുന്നു. അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ടായിരുന്നു, അവിടെ നിന്നോട്ടോ. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായി. അങ്ങനെ ഞാൻ ഗസ്റ്റ് ഹൗസിലെത്തി. ഒരുമാതിരി കാട്ടിൻ്റെ ഉള്ളിലാണ്. എന്തൊക്കെ പറഞ്ഞാലും റൂമൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല വിശാലത ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേങ്കിൽ ഒറ്റയ്ക്കൊരു രാത്രി ഇവിടെ നിൽക്കാനൊന്നും പറ്റുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം അങ്ങനൊരു ഏരിയ ആണ്. പിന്നെ ആരുമില്ല, ഫുൾ സൈലൻസ്. പ്ലേസിൽ വന്നിട്ട് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. ഒരു വില്ലേജ് ഏരിയ, ഓക്കെ, എന്തോ വലിയ റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒരു അൺകംഫർട്ട്നെസ്. അങ്ങനെ കോളേജിലേക്ക് പോവുകയാണ്. കോളേജിൽ പോയി എക്സാമും കഴിഞ്ഞിട്ട് വേണം റൂമിലേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ നമുക്ക് അവിടെ കോളേജൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം. ഇതുവഴി നടന്നു പോയാൽ കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാനൊക്കെ ചുറ്റും നല്ല രസമുണ്ട്. ഹരിതാപകം. ക്യാമ്പസൊക്കെ കൊള്ളാം. കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. ഓൾറെഡി പിള്ളേർ എക്സ്പെരിമെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ആകെ 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത് കേട്ടോ.
എക്സാം കഴിഞ്ഞ് റൂമിലേക്ക് വരാം കേട്ടോ. റൂമൊക്കെ നല്ല പീസ്ഫുള്ളാണ്, സെറ്റാണ്. നമുക്ക് പോവാം. It's like a guest house. റൂമിലെത്തിയതിന് ശേഷം ഉച്ചയായല്ലോ. അങ്ങനെ അവർ ഡൈനിങ് റൂമിൽ കൊണ്ടുപോയി എന്തൊക്കെയോ ചപ്പും പുല്ലും എന്ന് തന്നെ പറയാം ഫുഡൊക്കെ തന്നു. പിന്നെ ഞാൻ കഴിച്ചു, കാരണം വേറെ ഒന്നും അടുത്തൊന്നും ഷോപ്പൊന്നും ഇല്ലായിരുന്നു. ഹായ്, അപ്പോൾ ഞാൻ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. മുഖത്തൊക്കെ കാണാൻ നല്ല ടയേർഡാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ വന്നിരുന്ന സാറ് തന്നെയാണ് കേട്ടോ ഇപ്പം എന്നെ കൊണ്ടുവിടാൻ വരുന്നതും. അങ്ങനെ ഞാൻ ഈ പ്ലേസിനോട് ബൈ പറയാം. അങ്ങനെ ഞാൻ ബസ് നിർത്തിയിരിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. രാവിലെ സെയിം വന്ന ബസ്സിൽ തന്നെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ പണിയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായി. അങ്ങനെ കുറച്ച് പേരും കൂടെ ഉണ്ടായി. വേറെ കുറേ അവരുടെ ബസ്സിൽ തന്നെ കുറേ ആൾക്കാർ പോയി. ഓരോ പ്ലേസിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഓരോരുത്തർ പോയി. അങ്ങനെ ബസ് വന്നു. ഞാനും ബസ്സിൽ കയറി. ഞാനും 2-3 പേരായിരുന്നുള്ളൂ ഇവിടെ നിന്നുള്ളൂ. പിന്നെ പലരും വേറെ സ്ഥലത്തു നിന്നാണ് കയറിയത്. സാധാരണ എവിടെയും ബസ് നിർത്തിയാൽ ഞാനൊന്നും കഴിക്കാറില്ല. ഇന്നും നല്ല എന്താണെന്നറിയാത്ത വിശപ്പായിരുന്നു. അങ്ങനെ പോയി ഒരു ഗോപി 65 പറഞ്ഞു. നല്ല ടെൻഷനൊക്കെ ഉണ്ടായി. അങ്ങനെ ഒടുവിൽ വേഗം അയച്ചു. ബസ്സിലേക്ക് പോയി. ബസ്സിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. നല്ല ഓർക്കാൻ ആ ഫുഡും കഴിച്ചിട്ടാണ് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായില്ല. ഇപ്പാരാണ് എഴുന്നെങ്കിൽ കോമ്പ് ചെയ്തു. കുറച്ച് ലിപ്സ്റ്റിക് വായിക്കൊണ്ടിരിക്കുക. ഇനി എത്തിയിട്ട് ഫ്രഷായിട്ട് നേരെ കോളേജിലേക്ക് പോകണം. ഓഗസ്റ്റ്